ഉയ്യന്റെ മോനെ തലശ്ശേരിക്കാരനാണ്. റിയാദിൽ ഫാമിലി റൂമിന് വെറും 1000 റിയാലോ. എന്നാ നിങ്ങൾ വെട്ട് കേട്ടാ. അങ്ങനെ കണ്ടിട്ട് ഫേസ്ബുക്കിൽ കണ്ടിട്ട് കുറേ ആൾക്ക് പണി കിട്ടിയിട്ടുണ്ട്. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് കാണാം നിങ്ങൾക്ക്. ഫാമിലി റൂം ആയിക്കോട്ടെ, ബാച്ചിലർ റൂം ആയിക്കോട്ടെ, എന്ത് റൂം ആയിക്കോട്ടെ, ചെറിയ പൈസക്ക് ചിലപ്പോൾ മാസം 1000 റിയാൽ 1200 റിയാൽ നല്ല അടിപൊളി റൂം, ഹോള്, കിച്ചണ് കാര്യങ്ങളായിട്ടുള്ള അടിപൊളി റൂം കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യും, നേരെ അതിൽ നിന്ന് നമ്പർ എടുക്കൂ, ആ നമ്പറിൽ വിളിക്കൂ. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയൂ ആ റൂം ഉണ്ടല്ലോ ഇന്നേ സ്ഥലത്താണ് എന്ന് പറയും. അപ്പോൾ ഇന്ന് വന്നാൽ കാണാൻ പറ്റുമോ, നിങ്ങൾ വന്നു എന്നിട്ട് നമ്മളെ വിളിക്കും അവർ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നേരെ ലൊക്കേഷൻ വാങ്ങി ആ സ്ഥലത്ത് പോകും. അവിടെ എത്തി, നമ്മളിവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് അവർക്ക് മെസ്സേജ് അയച്ചാൽ പിന്നെ അവർ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ നമ്പർ നമുക്ക് തരും. ആ നമ്പറും ഫോട്ടോയും തരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ബിൽഡിങ്ങിൽ കയറിക്കോ, ഇത്ര നമ്പർ റൂമാന്ന് പറയും. അപ്പോൾ നമ്മൾ ആ റൂമിൽ കയറി, ഇപ്പോൾ 8-ാം നമ്പർ റൂമാണെങ്കിൽ 8-ാം നമ്പർ റൂം തുറന്നു വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആ റൂം ഉള്ളിൽ കയറി നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ആ റൂമൊക്കെ കാണാൻ, നമുക്ക് റൂം കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് പറയും നമുക്ക് റൂം ഓക്കെയാണ്, ഇത് മതി എന്ന് പറയും. എന്നാൽ അവർ പറയും അതിൽ കുറേ ആൾ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരാൾ വിളിച്ചിന്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ചെയ്യണം. പരമാവധി അവർ ഫുൾ വാടക മേടിച്ച് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങൂ. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുള്ളൂ ഒരാൾ സംസാരിക്കുമ്പോൾ ഇയാൾക്ക് ഫുൾ പൈസ കിട്ടുമെന്നില്ലേ. ഇല്ലാന്ന് തോന്നുന്ന ആളാണെങ്കിൽ അവർ പറയും ഒരു ചെറിയ പൈസ, ഒന്നിക്ക് ഒരു 500 റിയാൽ അല്ലെങ്കിൽ ഒരു 300 റിയാൽ അഡ്വാൻസ് ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് ബാക്കി പേപ്പർ നാളെ അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാമെന്ന് പറയും. അപ്പോൾ നമ്മളെന്താ ഈ റൂം ഇഷ്ടപ്പെട്ട് അപ്പോഴത്തേക്ക് നമ്മളെ മൈൻഡിൽ മൊത്തം റൂം എടുത്ത് അവിടുന്ന് ഇനി അപ്പുറത്തെ റൂമിൽ നിന്ന് ഈ റൂമിലേക്ക് മാറേണ്ട കാര്യങ്ങളും പിന്നെ നല്ല റൂം കിട്ടിയതിന് സന്തോഷം, ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാകുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കയ്യിൽ നിന്ന് ഒരു 300 അല്ലെങ്കിൽ ഒരു 500 റിയാൽ അഡ്വാൻസ് ചെയ്യും. ആ അഡ്വാൻസ് ചെയ്യുന്നവരെ അതിന് കാലാവധിയുള്ളൂ. പിന്നെ ആ റൂം കഴിഞ്ഞ് പിന്നെ അവരെ നമ്പറിൽ വിളിച്ചാൽ കിട്ടുകയില്ല, അവർ ഫോൺ എടുക്കുകയില്ല. അതൊരു സ്കാമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ചതിക്കുയിൽ പോയിട്ട് പെടരുത്. നിങ്ങൾക്ക് അങ്ങനെ റൂം നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കാർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള കിട്ടും. അതിലൊരു തട്ടിപ്പുമില്ല. അത് നിങ്ങൾക്ക് അതിൽ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. നിങ്ങൾ ഏത് റൂമാണോ കണ്ടേ ആ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് അതിലോട്ട് തന്നെ എഗ്രിമെൻറ്റ് എഴുതാനും പറ്റും ഡയറക്റ്റ്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ. അപ്പോൾ ആരും പോയിട്ട് ഇങ്ങനത്തെ ഈ ഫേസ്ബുക്കിൽ കാണുന്ന ആഡിൻ്റെ പിന്നെ സ്കാം പോയി പെടരുതെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. റിയാദിൽ നല്ലോണം നടക്കുന്ന ഒരു സ്കാമായത്. ഇത് പണ്ടേ ഉള്ളതാ, ഇപ്പോൾ ഉള്ളതല്ല, പണ്ടേ ഉള്ളതാ. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതെല്ലാം നമുക്ക് പണ്ടേ അറിയാം, എന്നാൽ ഇതറിയാത്ത ഇന്നും പുതിയ വരുന്ന ആൾക്കാർക്കൊന്നും ഇത് അറിയില്ല. കുറേ ആൾ പെടുന്നുമുണ്ട്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.